നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സമൂഹത്തിന് വേണ്ടി മിനിമം ഒരു 1500 പരം ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റി, ഉണ്ടാക്കാൻ പറ്റി. അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കാൻ പറ്റി. കാരണം ഫസ്റ്റ് എൻ്റെ സ്റ്റുഡൻറ്റിനെ വിടുന്നത് ചൈനയിലാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ വിടുന്നത്. ഹലോ സർ, 15 വർഷമായിട്ട് സർ MBBS എബ്രോഡ് രംഗത്ത് വർക്ക് ചെയ്യാണ്. ഈ ഒരു നിമിഷം സർ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. 15 വർഷത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു യാത്രയൊന്നും ആയിരുന്നില്ല. തുടക്കത്തിൽ നിന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയപരാജയങ്ങൾ, കഷ്ടപ്പാടുകൾ, പിന്നെ അത് കൂടാണ്ട് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, പിന്നെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന 1500 പരം ഗ്രാജുവേറ്റ്സ്, അവരിന്ന് വർക്ക് ചെയ്യുന്ന പല രാജ്യങ്ങൾ, അവർക്ക് വേണ്ടി നടത്തിയ യാത്രകൾ, അത് പക്ഷേ ഒറ്റയ്ക്ക് ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു ടീം അല്ല. ഇതിപ്പോ ഒരു സിംഗിൾ വ്യക്തിയുടെ വിജയം എന്നൊന്നും നമുക്ക് ഒരിക്കലും ഇവിടെ പറയൽ പോസിബിൾ ആക്കാൻ മനസ്സിലായി. ഇതൊരു ടീം വർക്കാണ്. ഇപ്പൊ നമുക്ക് കമ്പനിയിൽ കറന്റ് നമ്മുടെ ഒരു 5 ഡയറക്ടേഴ്സ് ഉണ്ട്. കഴിഞ്ഞൊരു 15 വർഷമായി നമ്മളോട് ഉണ്ടായിരുന്ന, ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെ ഇന്ന് കൂടെയില്ല. പക്ഷെ എന്നോടൊപ്പം ഇന്നും 6-7 വർഷമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട്. അപ്പം ഇത് എല്ലാവരുടെയും കൂടെ വിജയമാണ്, മനസ്സിലായി. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ സക്സസ് ആണെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി സക്സസ് തന്നെയാണ്. പക്ഷേ വിജയപരാജയങ്ങൾ പല സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കഴിയില്ല എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഈ നിമിഷത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സമൂഹത്തിന് വേണ്ടി മിനിമം ഒരു 1500 പരം ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റി, ഉണ്ടാക്കാൻ പറ്റി. അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കാൻ പറ്റി. കാര്യം നമുക്ക് എബ്രോഡ് MBBS എന്ന് പറഞ്ഞൊരു സംഭവം നോർമലി സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് എന്നൊരു പ്രശ്നം വെച്ചിട്ടാണ് എബ്രോഡ് MBBSലോട്ട് വരുന്നത്. ഓക്കെ, അപ്പം ബഡ്ജറ്റീവായി വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഓപ്ഷൻസ്, അവർക്ക് വളരെ സേഫ് ആയിട്ട് പോയി പഠിക്കാൻ പറ്റുന്ന ഇടങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷകരമായ നിമിഷം. സാർ, ഞാനിപ്പോ ഫസ്റ്റ് പറഞ്ഞത് 15 വർഷമായിട്ട് MBBS എബ്രോഡ് എന്നാണ്. സാർ ഫസ്റ്റ് അഡ്മിഷൻ എടുത്തത് MBBSന് വേണ്ടിയിട്ടായിരുന്നു? ഇല്ല, ഫസ്റ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗിനാണ്. ഫസ്റ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അത് ഈ വർഷത്തിൽ തന്നെ. പക്ഷേ ഞാൻ MBBSനും അഡ്മിഷൻ ചെയ്തു വന്നതാണ്. കാര്യം ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പം 15 വർഷമാണ് ആവുന്നത്. ആ സെയിം ഇയറിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിദേശത്ത് MBBSന് അഡ്മിഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ സ്റ്റുഡൻറ്റിനെ വിടുന്നത് ചൈനയിലാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ വിടുന്നത്. ഓക്കെ, അപ്പൊ അന്ന് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരുന്ന, 15 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരുന്ന കൺട്രി ചൈന, ഉക്രൈൻ, പിന്നെ റഷ്യ. USSR ആണ് എനിക്ക് തോന്നുന്നത് ആദ്യ കാലത്ത് തന്നെ ഒരു വിദേശ MBBS ഓപ്ഷൻ എന്ന രീതിയിൽ, ബഡ്ജറ്റീവ് ഓപ്ഷൻ എന്ന രീതിയിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പഴയ USSR കാലം മുതൽ തന്നെയുണ്ട്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെയുണ്ട്. പക്ഷെ അന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വിട്ട ഒരു വിദ്യാർത്ഥി ചൈനയിലാണ്. ആളിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ആയി ആള് വളരെ നല്ല പൊസിഷനിൽ ആള് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെ സാർ, ഇപ്പോ ഈ ഫീൽഡിലോട്ട് വരാൻ നേരത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സാറിന് ഇപ്പോ ഓർമ്മ വരുന്നത് എന്താണ്? പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ബിസിനസ് സൈഡിൽ വരുന്ന പ്രതിസന്ധി എപ്പോഴും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സൈഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫിന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ട്രെയിനിങ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നോർമലി എല്ലാ ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നല്ലൊരു കൗൺസിലർ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏത് ക്യാൻഡിഡേറ്റിനോടും സംസാരിക്കാൻ കഴിയുന്ന, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നന്നായി എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ്. ഒരു സ്റ്റാഫ് എന്ന രീതിയിൽ ഇപ്പോൾ ഒരു സ്റ്റാഫിന്റെ ഷോർട്ടേജ് വന്നാൽ പോലും ഒക്കെ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ എല്ലാ ബിസിനസ്സുകളെയും ബാധിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ വിഷമമൊക്കെ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഞാൻ ചിലപ്പോൾ ഒരു ദിവസമെങ്കിലും പോലും സ്റ്റക്കായി നിന്ന് പോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ സമയത്ത് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. ആ സമയത്ത് എല്ലാവരും ഹെൽപ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുവരും, വിദ്യാർത്ഥികളെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉക്രൈൻ വാർ വന്നു. ഉക്രൈൻ വാറിന്റെ സമയത്തും ടോട്ടലി നമ്മൾ സ്റ്റക്കായി പോയി. അന്ന് പിന്നെ വന്ദേ ഭാരത് മിഷനിലൂടെ വിദ്യാർത്ഥികളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഒരു കുട്ടിക്കും ഒരു പോറൽ പോലും കേൾക്കാണ്ട്, അവർക്കൊരു ഒരു വിഷമം പോലും ഇല്ലാണ്ട് വളരെ ഹെൽത്തി ആയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നത് വലിയ കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് തുല്യമാണല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. കാര്യം നമുക്ക് കയ്യെത്താൻ പറ്റുന്ന ദൂരത്തല്ല അവരുള്ളത്. അവർ ഒരുപാട് അകലെയാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ നടക്കാനാകാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. അതാണുള്ളത്. സാറിന് ഈ ഒരു ഫീൽഡിൽ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിന്റെ ഒന്ന് വിശദീകരിക്കാവോ? ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫേം നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ കമ്പനിയിൽ 5 ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൽ കമ്പനിയുടെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് വൈഫാണ്.
ദെൻ ഏകദേശം എന്താണ് ഒരു 4 വർഷക്കാലം അമ്മ കമ്പനിയുടെ ഇതായിരുന്നു, HR ആയിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്തേക്കുന്നത്, പിന്നെ ചെറിയ ഹെൽത്ത് പരമായ കാര്യങ്ങളും, പിന്നെ ഇനി എന്താണ് കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് വേണം എന്നൊക്കെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ HR എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നിന്ന് മാറുന്നത്. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനി തന്നെ എനിക്ക് ഫാമിലി ആയിട്ട് കാണുന്ന ഒരാളാണ്. കാര്യം ഇപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റാഫും ഇന്ന് കേരളത്തിൽ നമുക്ക് 8 ബ്രാഞ്ചസ് ഉണ്ട്. ഡൽഹിയിൽ ബ്രാഞ്ച് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് 3 യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ ഈ 3 യൂണിവേഴ്സിറ്റികൾ ഇരിക്കുന്ന 3 രാജ്യങ്ങളിലെ സ്റ്റാഫ് ഉണ്ട്, അവിടെ ഓഫീസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് നിർത്തി ഒരു ഫാമിലി പോലെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മുടെ സ്റ്റാഫ് അത്രയേറെ കോപ്പറേറ്റീവ് ആണ്. ഞാനതാ പറഞ്ഞു, ഇപ്പോൾ 6-7 വർഷമൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം വളരെ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എന്താണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടും അവർ തിരിച്ചു തരുന്ന സപ്പോർട്ടും തന്നെയാണ്. സർ, എന്തുകൊണ്ടാണ് ഈ MBBS അബ്രോഡ് എന്നുള്ള മേഖലയിൽ സർ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള കാരണം? സുജിത്, അതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ നീറ്റ് ഇംപ്ലിമെന്റ് ആവുന്നത് 2016 2013 വരുന്നു. അതിനുശേഷം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്ന് വീണ്ടും 2016 മുതലാണ് ഇന്ത്യയിൽ നീറ്റ് എന്താണ് ടോട്ടലി ഇംപ്ലിമെന്റ് ആവുന്നത്. അപ്പൊ നീറ്റ് ഇംപ്ലിമെന്റ് ആവുന്നതിന് മുമ്പുള്ള ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ തമിഴ്നാട് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണ്. പെർ ഇയർ 4 ലക്ഷം രൂപ ഫീസ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഒരു 30 ലക്ഷം രൂപ ഡൊണേഷൻ മേടിക്കും. എന്താ, അപ്പോൾ 4 × 5 20 + 30. അന്നത്തെ ഒരു കാലത്ത് 50 ലക്ഷം എന്ന് പറയുന്നത് ഒരു 1.5 കോടി റുപ്യന്റെ വിലയുണ്ട്. ഓക്കെ, നീറ്റ് വന്നതിന് ശേഷം ഇതെന്തായി എന്നറിയോ, ഈ 50 ലക്ഷം തന്നെയാണ് മേടിച്ചത്. പക്ഷെ ഇതിനെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തങ്ങ് മേടിച്ചു. ഈ 50ന്റെ കൂടെ ഒരു 10 കൂടെ, അതായത് പലിശയും കൂടെ ചേർത്ത് കിട്ടണമല്ലോ. അപ്പൊ ഇയർലി 12 ലക്ഷം രൂപ വെച്ച് ഫീസാക്കി. അപ്പൊ ഈ നീറ്റ് വന്നത് കൊണ്ടും നീറ്റ് വരാത്തത് കൊണ്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. തലവരി പണം മേടിക്കുന്നത് എന്ത് ചെയ്ത് കുറഞ്ഞു, അത് സ്പ്ലിറ്റ് ഈ ഫീസിൽ ആഡ് ചെയ്ത് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായി. അതായത് മെറിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. വെറുതെ 50%, 55% മേടിച്ചു കയ്യിൽ പൈസ കളവാനൊന്നും പറ്റില്ല എന്നൊരു സിസ്റ്റം ഉണ്ടായി. പക്ഷേ ഈ പറയുന്ന ടോട്ടൽ പാക്കേജിലോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. ഓക്കെ, ആ കാലത്തിൽ നമ്മൾ ഇന്ത്യയിൽ MBBS അഡ്മിഷൻസ് ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ്. ആ ടൈമിലൊക്കെ നമുക്ക് അബ്രോഡ് വളരെ കുറവാണ്. അന്ന് നമ്മുടെ അടുത്ത് വരുന്ന പല വിദ്യാർത്ഥികളും അവർക്ക് ചിലപ്പോൾ 30 അല്ലെങ്കിൽ 35 ലക്ഷമൊക്കെ ആയിരിക്കും ബഡ്ജറ്റ്. നീറ്റിൽ നല്ല സ്കോർ ഉണ്ടാവും. അതുകൂടാണ്ട് +2 ചില വിദ്യാർത്ഥികൾ ഫുൾ മാർക്ക് ഉണ്ടാവും. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ MBBS പഠിക്കൽ നടക്കാത്ത സ്വപ്നമാണ്. മനസ്സിലായ കാര്യം എന്താണ്, ഇതിനെല്ലാം എന്താണ് വെയിറ്റേജ് ചെയ്യുന്നത് കാശ് എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോഴാണ് ഒരു ചിന്ത വരുന്നത്, എന്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് നല്ല മികച്ച ഓപ്ഷൻസ് കണ്ടെത്തി കൊടുത്തുകൂടാ. അപ്പോൾ നമ്മൾ അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഈ അഡ്മിഷൻ ചെയ്യുന്ന ആർക്കെങ്കിലും എന്ത് ചെയ്യുന്നത്, ഒരു വർഷം 5 or 10 സീറ്റൊക്കെ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് 2016 മുതൽ ഇതിനകത്ത് ടോട്ടലി ഫോക്കസ് ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല രാജ്യങ്ങൾ ട്രാവൽ ചെയ്തു, പല യൂണിവേഴ്സിറ്റികളുമായി സംസാരിച്ചു, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മൾ കൊണ്ടുവന്നു. അതിനുശേഷം ഓരോ വർഷവും മിനിമം 250-300 വിദ്യാർത്ഥികളെ വിടാൻ പറ്റുന്ന ഒരു പാകത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി, കമ്പനിയെ വളർത്തി കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് സത്യത്തിൽ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ഫീൽഡിലോട്ട് വന്നേക്കുന്നത്. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. ശരിയല്ല, ഈ വർഷം ഏകദേശം 20 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇത്രയേറെ വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു സിംഗിൾ എക്സാമിനേഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത്രയേറെ ആൾക്കാർ പാഷനോടെ കാണുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ അതില് കാശ് എന്ന് പറയുന്നത് വലിയൊരു ഒരു പ്രശ്നമായി പല വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. അപ്പൊ അതിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് തോന്നി, അവർക്ക് നല്ല ചോയ്സസ് കൊടുക്കണമെന്ന് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തേക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വരുന്നത്. സാർ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു കോവിഡ്, യുക്രൈൻ വാർ. ഈ ഒരു സമയത്തൊക്കെ സാർ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ നിലനിന്നത്? കോവിഡും യുക്രൈൻ വാറും, കോവിഡ് സത്യത്തിൽ നമ്മളെല്ലാവരെയും സ്റ്റക്കാക്കിയതാണ്. അതിപ്പം ബിസിനസിന്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്നെ മാത്രമല്ല, ബിസിനസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും കോവിഡ് സ്റ്റക്കാക്കി. കോവിഡ് കഴിഞ്ഞ് കോവിഡിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാലെടുത്ത് വെച്ച് നടന്നു തുടങ്ങുമ്പോഴാണ് യുക്രൈൻ വാർ വരുന്നത്. യുക്രൈൻ വാർ അപ്പോൾ നമ്മൾ ഉക്രൈൻ വാറിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഉക്രൈനാണ്. ഉക്രൈനിലെ ടെർണോപ്പിൾ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ളത്. അപ്പോൾ ഈ ടെർണോപ്പിൾ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കാണ് ഇപ്പോൾ FMGക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് എന്നത് ഒന്ന് ആലോചിക്കണം കേട്ടോ. അതായത് ഉക്രൈനിൽ ഇപ്പോഴും ഉക്രൈനിൽ പിള്ളേർ പഠിക്കുന്നുണ്ട്. അതായത് ട്രാൻസ്ഫർ എടുക്കാണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് റൊമേനിയ വഴിയും പോളണ്ട് വഴിയൊക്കെ ട്രാവൽ ചെയ്ത് പോയി പഠിക്കുന്നവരുണ്ട്. ടെർണോപ്പിലും നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ FMG പരീക്ഷ അതിന്റെ റിസൾട്ടിൽ NBMS നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉക്രൈനിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള കോളേജ് ടെർണോപ്പിലാണ്. അപ്പൊ ടെർണോപ്പിലൊക്കെ പോലെ വളരെ മികച്ച കോളേജുകളിലാണ് നമ്മുടെ കുട്ടികൾ അന്ന് ഉക്രൈൻ വാറിന്റെ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വുഹാനിൽ സത്യത്തിൽ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ഒരുപാട് മലയാളികൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ സ്റ്റുഡൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്വിക്കിഹാർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, നാൻജിങ്, ജിലാൻ പോലൊക്കെയുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് പഠിക്കുന്നത്.
അപ്പോൾ ചൈനയിൽ നിങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരിക, അവരെ ക്വാറന്റൈനിൽ വെക്കുക, അന്ന് ഇവരെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ വിചിത്ര ജീവികളെ പോലെയാണ്. ഇവർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലാവർക്കും പണി തരുമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇവരെ എന്ത് ചെയ്യുന്നത് എല്ലാവരും കാണുന്നത്. അന്നത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിഷമം തോന്നും. കാര്യം നമ്മുടെ കുട്ടികൾ ക്വാറന്റൈനിലാണുള്ളത്, അവരെ കുറിച്ച് എന്ത് നാട്ടിൽ ചൈനയിൽ നിന്ന് വന്നവൻ വന്നിട്ടുണ്ട്, അവൻ ഈ സാധനം കൊണ്ടുവരാന്നൊക്കെ പറയുന്ന വളരെ വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്തു. ഓരോ വിദ്യാർത്ഥികളെയും സെപ്പറേറ്റ്ലി കണ്ടെത്തുകയും അവർക്കുള്ള ട്രാവൽ അസിസ്റ്റൻസ് കൊടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, അവരെ നാട്ടിൽ കൊണ്ടുവന്ന കാര്യങ്ങളിലൊക്കെ ആയാലും ഗവൺമെന്റ് സൈഡിൽ നിന്ന് വലിയ സപ്പോർട്ട് ഉണ്ടായി. അത് കൂടാണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പ്രോപ്പർ ഡേറ്റാബേസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അഡ്മിഷൻ ചെയ്ത ചൈനയിലാണ്. ആ വിദ്യാർത്ഥി മുതൽ എന്താണ് ഒരു 3 days ബാക്ക് എനിക്ക് ജോർജിയക്ക് സ്റ്റുഡൻസ് കയറിയിട്ടുണ്ട്. നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റുഡന്റിന്റെ പോലും കൃത്യമായ ഡേറ്റാബേസ് നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായി, എല്ലാവരായിട്ടും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സ്റ്റുഡന്റിനെ പോലും മിസ് ആവാണ്ട് അവരായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾ ആയിരുന്നു വിദ്യാർത്ഥികളെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഇനി ഉക്രൈൻ വാറിന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഉക്രൈൻ വാർ എന്ന് പറയുന്നത് എന്താണ് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാര്യം ഈ ഒരു കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ശ്വാസം വിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ ഇറങ്ങിയിട്ട്, അതായത് ജാൻ ആൻഡ് ടേക്കിന്റെ സ്റ്റുഡൻസ് ഇറങ്ങിയിട്ട് ഏകദേശം എന്താണ് 1 week ടൈമേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊപ്പം അന്ന് ടെർണോപ്പിലിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ടെർണോപ്പിലിൽ പോയതിനു ശേഷം ഞാൻ നാട്ടിലെത്തി ഒരു 3 ദിവസം കഴിയുമ്പോൾ എന്താവുന്നത്, വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലിംഗ് നടക്കുന്നത് 2:30 മണിക്കാണ്. 2:30 മണിക്ക്. അപ്പോൾ എന്റെ സുഹൃത്ത് കൊച്ചിയിൽ എന്തുണ്ട്, പുള്ളിക്ക് ഓഫീസുള്ളതാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടന്റ് കൂടെയാണ്. അന്ന് അദ്ദേഹത്തിന് എന്തുണ്ട് ഉക്രൈനിൽ ഒരുപാട് വിദ്യാർത്ഥികൾ. അപ്പം പുള്ളി എന്നെ വിളിച്ചു, ഈ പണി കിട്ടി, എന്തായി ഷെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കാര്യം ഇതിനൊരു സാധ്യത ഉണ്ട് എന്നൊരു ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവൻ പുള്ളി വിളിച്ചു, ഇങ്ങനെയാണ് പണി കിട്ടി, ഷെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് വളരെ ഏർലി മോർണിംഗ് ആണ് പുള്ളി വിളിക്കുന്നത്. എടുത്ത് ചോദിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. വി ടോട്ടലി സ്റ്റക്ക്. ആ ഉക്രൈൻ വാറിന്റെ സമയത്താണ് സത്യത്തില് നമ്മൾ വീണ്ടും ഒരു റിയലൈസേഷനിലോട്ട് വരുന്നത്. കാര്യം നമ്മുടെ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്ന രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്ക് പോലും അവിടെ എത്ര സ്റ്റുഡന്റ് പഠിക്കുന്നു എന്ന കണക്കില്ല. ഈവൻ ഈ പറയുന്ന നോർക്ക പോലുള്ള സംവിധാനങ്ങളിൽ പോലും കൃത്യമായ രജിസ്ട്രേഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഞങ്ങളെപ്പോലുള്ള എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റുകൾ റിയലൈസ് ചെയ്ത ദിവസമായിരുന്നു അത്. കാര്യം എംബസിയിലെ ഓരോ ഉദ്യോഗസ്ഥരും ഞങ്ങളെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോളേജിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. ആദ്യം ഉക്രൈൻ വാർ വരുന്ന സമയത്ത് ആദ്യം വരുന്ന വാർത്തകൾ 10,000 സ്റ്റുഡന്റ് എന്നായിരുന്നു. അത് 15,000-ആയി, 20,000-ആയി, ലാസ്റ്റ് 35,000-ഓളം സ്റ്റുഡന്റ് ആയി. ആകെ ഈ പറയുന്ന കണക്കുകളൊക്കെ ഉള്ളത് ആ കോളേജുകളിൽ അഡ്മിഷൻ ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിന്റെ കയ്യിലായിരുന്നു. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എടുക്കുന്ന സമയത്തും എംബസി നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ കൃത്യമായ ലിസ്റ്റ് കൊടുത്തു. അതിനുശേഷം പക്ഷെ ആ ഒരു കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് വളരെ നല്ല രീതിയിൽ ഇടപെട്ടു. വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്ന പുതിയ മിഷൻ കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്തത്, ഞങ്ങളുടെ സ്റ്റുഡന്റ് ഒക്കെ ഉണ്ടായിരുന്ന കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിനോട് അടുത്തുള്ള പോർഷൻ ആയിരുന്നു. ഓക്കെ, അതായത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ടെർണോപ്പിൽ എന്ന സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവാനോ ഫ്രാങ്കിവിസ്ക് ആണ്. ഇവാനോ ഫ്രാങ്കിവിസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹംഗറി ബോർഡറാണ് വരുന്നത്. ദെൻ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ലിവിവ് എന്ന് പറയുന്ന പോർഷനാണ്. ലിവിവ് കഴിഞ്ഞാൽ പിന്നെ പോളണ്ട് ബോർഡറായി. അപ്പൊ നമ്മുടെ കുട്ടികൾ നിന്ന സ്ഥലത്ത് ഇന്നും എന്ത് ചെയ്തില്ല, ഒരു വെടിയുണ്ട പോലും പൊട്ടാത്ത സ്ഥലമാണ്. അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പൊ നമ്മൾ നോർമലി ചിന്തിക്കണ്ടേ, ഇപ്പൊ കാശ്മീരിൽ യുദ്ധം നടക്കുന്നതെന്ന് പറയാൻ കേരളത്തിൽ ഇരിക്കുന്നവൻ എന്ത് പ്രശ്നം എന്ന് ചോദിക്കും പോലെ നമ്മുടെ കുട്ടികൾ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ. പക്ഷെ എന്തായാലും പാനിക് ആവുമല്ലോ അവർക്ക് ആ കൺട്രിയിൽ നിൽക്കാനായിട്ട്. പാരന്റ്സിന്റെ ഒരവസ്ഥ നമുക്ക് ഒന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ. അല്ല, അവരൊരിക്കലും നമുക്കത് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തെന്ന് പറഞ്ഞാലും വാർ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ഒരു 4 or 5 days നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ടുവരാനായിട്ട് പറ്റി. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടിയതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളുടെ വിദ്യാർത്ഥികൾ ഈ കാർക്കീവ്, കീവ്, ആ ഒരു സുമി, ആ ഒരു മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓപ്പൺ വാർഫീൽഡ് ആയിരുന്നത്. ഇപ്പം ഈ കാർക്കീവ് എന്ന് പറഞ്ഞ സിറ്റി നിന്നില്ല, ഫുള്ളി അടിച്ച് ഡിമോളിഷ് ആക്കി കളഞ്ഞു, മനസ്സിലായില്ലേ. അപ്പൊ അവിടെയുള്ള വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഉക്രൈൻ വാറിൽ ആകെ ഒരു മരിച്ച വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ കാർക്കീവ് മേഖലയിലാണ് മരിച്ചേക്കുന്നത്. അതും ഈ പറയുന്ന കർഫ്യൂ ഉള്ള സമയത്ത് ആ കുട്ടി പുറത്തിറങ്ങി എന്തോ ഫുഡ് മേടിക്കാൻ പോയതിന്റെ പേരിൽ അബദ്ധവശാൽ പറ്റിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത്രയും വലിയ വാറുണ്ടായിട്ടും ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിന് പോലും ഒന്നും പറ്റിയില്ല, അവരെ വളരെ സേഫ് ആയിട്ട് കൊണ്ടുവരാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വളരെയേറെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു പാരന്റ്സിനെ വിളിക്കുന്ന പോലെ തന്നെ ആയിരിക്കും കൺസൾട്ടന്റ് സാറിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും ആ ടൈമില്. അല്ല, പാരന്റ്സിനെ വിളിക്കുന്നതിന് കൂടുതലായിട്ടും അവർ നമ്മളെയല്ലേ വിളിക്കുന്നത്. കാര്യം ഒരു വിദ്യാർത്ഥി ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ലോക്കൽ ഗാർഡിയൻ
നമ്മളാണ്, മനസ്സിലായില്ല. അപ്പം വേറെ ഓപ്ഷനേ ഇല്ല. അവർ നമ്മളോടാണ് സംസാരിക്കുന്നത്, അവർക്ക് വേണ്ട ഹെൽപ്പ് നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ എന്നെ സ്റ്റക്ക് ചെയ്തിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ഉക്രൈൻ വാർ തന്നെയായിരുന്നു. അത് നമ്മുടെ ലൈഫിനെ സ്റ്റക്ക് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ആസ് എൻ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് എന്ന രീതിയിൽ എൻ്റെ ബിസിനസ്സിൽ അത്രയേറെ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ദിവസങ്ങൾ വേറെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സാർ ഇപ്പൊ യുക്രൈൻ വാറിനെ കുറിച്ച് പറഞ്ഞു. ഈ യുക്രൈൻ വാർ നടക്കുന്ന സമയത്ത് സാറിന്റെ ഒത്തിരിയധികം സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഭാവി എന്താണ്?